ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഉമ്മ നല്ല ചിക്കൻ ബിരിയാണിക്കുള്ള മസാല ഒക്കെ തയ്യാറാക്കാണ് കേട്ടോ. ഇതൊരു 8:30ക്കാണ് കേട്ടോ ഉമ്മ ചെയ്യണത്. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേന് 8:30 മണി ആയിക്കോണു കേട്ടോ. എന്നാൽ തന്നെ എന്നോട് എപ്പോഴോ എണീക്കാൻ പറയല് കൊടുത്തതാണ് കേട്ടോ. എണീക്ക് എണീക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിസ്കാരം കഴിഞ്ഞ് കടന്നാലുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് എണീക്കണ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ കടന്നിട്ട് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേന് 8:30 മണി ആയിക്കോണു കേട്ടോ. ഉമ്മ ദാ നല്ല ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും പിന്നെ ചിക്കന് ഒന്ന് കുറച്ച് പൊരിച്ചിട്ടൊക്കെ സെറ്റാക്കി വെച്ചേക്കണു കേട്ടോ. അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടും ഒക്കെ റെഡിയാക്കി വെച്ചേക്കണു. അപ്പോൾ ഉമ്മയുടെ പണി എന്തായാലും ഒന്ന് നേരത്തെ കഴിയും കേട്ടോ. ഇനി എൻ്റെ പണി എന്താവും എന്നുള്ളൊരു ഡൗട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ ആദ്യം തന്നെ ഉമ്മാക്ക് ആരെങ്കിലും വരികയെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മളെ വീട് വൃത്തിയായിട്ടിടണം. അപ്പോൾ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നെ നേരത്തെ തന്നെ വിളിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഉച്ചക്കാണ് വരികയെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ല, അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ആരും നമ്മളെ വീട്ടിലേക്ക് വരില്ലല്ലോ. അപ്പോൾ ഒരു ഉച്ച ടൈം എന്തായാലും ആകും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് നേരം അവിടെ അങ്ങനെ കടന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വിളിക്കുകയല്ല. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് ഞാൻ എന്താ പറയുക, പല്ലും കാര്യങ്ങളൊക്കെ തേക്കണതിൻ്റെ മുന്നേ തന്നെ ആദ്യം തന്നെ നമ്മൾ കടന്നോടത്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും കിടക്കണോണ്ട് അജുവാൻ അടിയിൽ കിടക്കണോണ്ട്, താത്തായുടെ കുട്ടിയായിട്ട് അജുവാൻ, അപ്പോൾ അടിയിൽ കിടക്കണോണ്ട് അതും കുറേ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി നീറ്റാക്കി വെക്കാണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം മടക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ചെറിയൊരു മേശ ഉണ്ട് നമ്മളെ റൂമിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു മേശയുണ്ട്. അപ്പോൾ അതിന്മേലാണ് സാധാരണ നമ്മൾ പുതപ്പും തലക്കണിയൊക്കെ നമ്മൾ മടക്കി വെക്കൽ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മാക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മളെ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ഉമ്മയുടെ ഒരു പണിയാണ്, ഒക്കെ മോൾക്ക് എടുത്ത് വെക്കൽ കേട്ടോ. മോൾക്ക് നമുക്ക് കസാല ഇട്ടിട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ കട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ മോൾക്ക് എത്തും. അപ്പോൾ ഞാൻ എല്ലാ സംഭവങ്ങളും പുതപ്പും തലക്കണിയും എല്ലാവരും ഞാൻ മോൾക്ക് ഇട്ടിട്ട് അവിടെ നീറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത റൂമിലേക്കും ചെന്നിട്ട് അവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ 2-3 ദിവസം മുന്നെയാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എടുത്തിട്ട് രണ്ടാമത് നീറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് നല്ല കഷ്ടപ്പാടാക്കാരം. കാരണം ആ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഉച്ചയായിട്ടുണ്ടാവും. അത്രത്തോളം ഡ്രസ്സ് മടക്കി വെക്കാണ്ട് അത്രത്തോളം എന്താ പറയുക, ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അത് നല്ല നീറ്റാക്കി വെച്ചോണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ 2 റൂമും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഇത് ചെയ്യുമ്പോൾ ഉമ്മ ദാ ബിരിയാണി ഏകദേശം ഇങ്ങനെ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി ഒരു ഉച്ചയുടെ ടൈം ആകുമ്പോഴത്തേന് ആയി കിട്ടണം. അപ്പോൾ ഉമ്മ എളുപ്പത്തിന് വേണ്ടിയിട്ട് പുട്ടാട്ടം ഉണ്ടാക്കിയിരിക്കണത്. പുട്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കലേ ഇല്ല കേട്ടോ. റയ്യൂനും ഇഷ്ടം ദോശയാണ്, എനിക്കും ഇഷ്ടം ദോശയാണ് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ എന്താ പറയുക, ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഉമ്മ പുട്ടുണ്ടാക്കും കേട്ടോ. പുട്ട് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പുട്ടുമ്മാനെ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ നല്ല ബിരിയാണി ആ മസാല സെറ്റാക്കിയ പാത്രത്തിലില്ലേ, അപ്പോൾ കുറച്ച് പുട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തിന്നോക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ മസാലയിൽ ഇങ്ങനെ കുഴച്ച പുട്ടാട്ടം ഞാൻ കഴിക്കണത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് വേണോ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട ഈ കഴിച്ചു പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും ചായ കുടിച്ചിട്ട് നല്ല വയറ് ഫില്ലായിട്ടോ. പിന്നെ ഷേസു ബേബീനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഷേസു ബേബിയുടെ കണ്ണിൻ്റെ അവിടെ ചെറുതായിട്ടൊരു മുറി ആയിക്കോളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കണ ഒരു സ്വഭാവം ആൾക്കില്ല കേട്ടോ. എന്നാലും എന്താ പറയുക, പടച്ചോൻ്റെ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് എവിടെ ഒരു തട്ടലും ചീറ്റലും പൊട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്നലെ കട്ടുമെന്ന് ഇറങ്ങിയപ്പോഴേക്ക് എന്താ പറയുക, എവിടെയോ ഈ കണ്ണിൻ്റെ മുകളിലൊരു ഭാഗം തട്ടിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചോര വന്നിട്ട് സീനായിട്ടോ. അത് നല്ല പൊളിഞ്ഞിക്കോണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു. പക്ഷെ എന്തോ ഒരു പടച്ചോൻ്റെ ഭാഗ്യം കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ മുറിയുടെ ഓയിൽമെൻറ്റ് അങ്ങനെ തേച്ചപ്പോൾ അത് മാറിക്കിട്ടി. പിന്നെ ഞാൻ
ഇങ്ങനെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം വേഗം പിന്നെ അടിച്ചോരി ട്ടോ. നല്ല അടിച്ചോരി നല്ല ക്ലീൻ ആക്കിയിട്ടു. പിന്നെ അതുപോലെ സിറ്റോട് അടിച്ചോരാനും പിന്നെ തുടക്കാനും ഒക്കെ വേണ്ടിയിട്ട് സിറ്റോടിൻ്റെ തിണ്ട് നമ്മൾ ചൂലോട്ട് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ട്ടോ. പിന്നെ നമ്മൾ വാഷ് ബേസിൻ നല്ലോണം ഒരതി തേക്കുന്നുണ്ടെന്ന് നല്ല എന്താ പറയുക നല്ല മണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ആ കൈയ്യടുകളുടെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ നല്ല പാർന്നിട്ട് നല്ലോണം കഴുകിയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചു ട്ടോ. പിന്നെ സോഫ ഇതുപോലെ ഇത് പിന്നെ പുതിയ സോഫ ആയിട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇതിനൊരു കവർ വേണം. കവർ ഇനി നമ്മളെന്താ പറയുക ഉമ്മ മറക്കുകയാണ് കേട്ടോ ഇതിന് വാങ്ങാൻ. പക്ഷേ എന്താ പറയുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ റൈ ബേബിയൊക്കെ സ്കൂൾക്ക് പോകുകൊണ്ട് ഇതിൽ വലിയ ചളി ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടിയും അതിൻ്റെ എന്താ പറയുക മുകളിൽ കൂടിയൊക്കെ നല്ലോണം തുടച്ചിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ഇങ്ങനെ സോഫ തുടക്കലുണ്ട് കേട്ടോ. അങ്ങനെ സോഫ തുടക്കാൻ മറക്കലൊന്നുമില്ല. പക്ഷെ സോഫ അങ്ങനെ ഡെയിലി തുടക്കൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്ത് സോഫയിൽ കുട്ടികൾ ഇപ്പോൾ വലിയ ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ മിഠായിയും ബിസ്ക്കറ്റൊക്കെ കഴിക്കും. അപ്പോൾ അത് എന്താ പരക്കണെന്ന് വെച്ചാൽ നമ്മളത് അപ്പം ക്ലീൻ ആക്കിയാൽ വല്ലാണ്ട് നമ്മളെ സോഫയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. പൊടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വലിയ നമ്മളെ സോഫ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പൽ വേഗം കഴിച്ചു കേട്ടോ. ഉമ്മ വേഗം തിരുമ്പിക്കോ പറഞ്ഞ് വേഗം തിരുമ്പലും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ആരെ വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. വരുന്നേരിൻ്റെ അമ്മായിയുടെ മകളെ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അടുത്ത മാസം 5-ാം തീയതി. അപ്പോൾ അവർ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടോ ചോദിച്ചു കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അവർ പറയാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയും ചെയ്യും. ചിലപ്പോൾ നമ്മളെ കാണാനും പറ്റൂല. അപ്പോൾ നമ്മൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവർ എന്ത് കല്യാണം പറയാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ വേഗം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വരും എന്നാട്ടോ ഉമ്മ പറഞ്ഞത്. അവർ പറഞ്ഞത് അമ്മായി പറഞ്ഞത്. പക്ഷെ എന്നാലും ഉമ്മ വേഗം ഫുഡ് ഉണ്ടാക്കി വെച്ചു. ഉമ്മ എന്നോട് വേഗം തിരുമ്മാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മയുടെ ബിരിയാണി റെഡിയായി. അതുപോലെ എൻ്റെ കുളി കഴിഞ്ഞു. ഷേസു ബേബിക്ക് ഞാൻ ഫുഡ് കൊടുക്കണ ആ ടൈമിലാട്ടോ അവർ വന്നത്. അപ്പോൾ ഉമ്മ വേഗം ബിരിയാണിയൊക്കെ നല്ല സെറ്റാക്കിയിട്ട് അവർക്ക് വിളമ്പി വെച്ച് കൊടുത്തു കേട്ടോ. ഉമ്മാക്ക് ആരെങ്കിലും വരികയെന്ന് പറഞ്ഞാൽ പിന്നെ കാല് നിലത്ത് എന്താ പറയുക ഉറക്കില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഉമ്മ ഫുഡൊക്കെ കഴിച്ചിരിക്കണത്. അങ്ങനെ ഉമ്മയുടെ ഫുഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നിസ്കാരം പിന്നെ അവർ വന്നതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ എനിക്ക് വിശന്നാൽ പിന്നെ മൂക്കും കണ്ണൊന്നും ഇല്ലല്ലോ. ഞാൻ ഫുഡ് കഴിച്ച് നിസ്കരിക്കുകയൊക്കെ ചെയ്തു. നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പിന്നെ അവരൊരു 3 മണി 3:30 ഒക്കെ ആയിട്ട് അല്ല ഒരു 2:45 ആയപ്പോൾ അവർ പോയിട്ടോ. അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ ഷേസു ബേബിനെ നമ്മളൊന്ന് ഉറക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആൾക്ക് നല്ല ഭ്രാന്താക്കാരം കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് നല്ല ചായയും കുറച്ച് എന്താ പറയുക ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലേസ് മുറുക്ക് എന്ന് പറയില്ല ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ. അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈവനിങ് ആയപ്പോൾ പിന്നെ നമ്മൾ പാലൂര് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പാലൂര് വീട്ടിലേക്ക് എത്തി കേട്ടോ. പിന്നെ ഇതാ അവിടെ ചെന്നപ്പോൾ ഷേസു ബേബിക്ക് കുറച്ച് കോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.